ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523 995 6532 022. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن شر الدواب عند الله الصم البكم الذين لا يعقلون. ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وللرسول إذا دعاكم لما يحييكم واعلموا أنه إليه تحشرون وأنه إليه تحشرون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى بالله عليما.
لم نرتجي كشف ضر ثم حادثة في كل نائبة إلا من الله فثق به في ملمات الأمور ولا تجعل يقينك يوما غير مالله إن الشدائد مهما ضاقت انفرجت لا تقنطن إذا من رحمة الله وقل إذا ضاقت الأحوال مبتهلا برفع صوت ألا يا غارة الله فكي خناق الذي قد ضاق في عجل ونفسي كربتي يا غارة الله ما لي ملاذ ولا ذخر ألوذ به ولا عماد ولا حرز سوى الله. വേദിയിലും ഈ മഹത്തായ ദീനി മജ്ലിസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദൂരെ നിന്നും ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നാദാപുരത്തുള്ള നമ്മുടെ ഖണ്ഡന പ്രസംഗ പരിപാടിയുടെ 7ാം ഘട്ടമാണ് നടക്കാൻ പോകുന്നത്. അർഹമുർ-റാഹിമീനായ നാഥൻ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് ഇനിയും ധാരാളം പറയാനും പഠിക്കാനും മനസ്സിലാക്കാനുമെല്ലാമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പരിപാടി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. മലയാളികൾ ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ അവരെല്ലാം വളരെ ആവേശത്തോടുകൂടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി എന്ന നിലക്ക് ഈ പരിപാടിയെ ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് ഇപ്പോൾ നാദാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന നിലക്ക് മറുപക്ഷത്തുള്ള പ്രഭാഷകൻ പരിഹാസപൂർവമാണ് പറഞ്ഞതെങ്കിലും അൽഹംദുലില്ലാഹ് ലോകം മുഴുവനും താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം, അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാകേണ്ടുന്ന കാലഘട്ടമാണിത്. ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ വളരെയേറെ ക്ഷീണിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേലും അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളുമൊക്കെ നമ്മുടെ സഹോദരങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഏത്
മനസ്സാക്ഷിയുള്ള ആളുകളും ഇത്തരത്തിലുള്ള ഹീനമായ ശ്രമങ്ങളെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിനെ മനസ്സാക്ഷിയുള്ളവരെല്ലാം അപലപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. സാന്ദർഭികമായി നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മനോവേദനയിൽ നാം പങ്കുചേരുകയാണ്. അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ആര് പോരാടുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം ഉണ്ടാകും. അർഹമുർ-റാഹിമീനായ നാഥൻ അവൻ്റെ കലിമത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പോരാടുന്നവർ എവിടെയാണെങ്കിലും അവർക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ആലമീനിൻ്റെ ദീനുൽ ഇസ്ലാം, ആ ദീൻ ഇവിടെ കൃത്യമായി നിലനിൽക്കണം എന്ന നിലക്കാണ് അമ്പിയാക്കന്മാരെല്ലാം ശക്തമായി തന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടത്തിയത്. ആ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ശ്രമമുണ്ടായത് മാനവ സമൂഹം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം, മരണാനന്തരമുള്ള ജീവിതത്തിൽ സർവജനങ്ങൾക്കും രക്ഷ കിട്ടണം, അല്ലാഹുവിൻ്റെ സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലെത്തണം, കഠിനകഠോരമായ അസഹനീയമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷ നേടണം. ആ ഒരു വലിയ ആഗ്രഹത്തോടുകൂടി മഹാന്മാരായ അമ്പിയാക്കൾ, ഒരുപാട് അമ്പിയാക്കൾ ഈ ലോകത്ത് വന്നുപോയിക്കൊണ്ടിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സർവ അമ്പിയാക്കന്മാരും അവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ അവരെ പിൻപറ്റിയ സജ്ജനങ്ങളായ ആളുകളും അവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ദീനിന് വേണ്ടി പോരാടി രക്തം നൽകിക്കൊണ്ട് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ശുഹദാക്കളും സത്യസന്ധമായി തന്നെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച സിദ്ദീഖീങ്ങളും എല്ലാ ആളുകളുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, അള്ളാഹുവിൻ്റെ കലിമത്ത് ഈ ലോകത്ത് ഉയർന്നു കാണണം. അതിനുവേണ്ടിയുള്ള അഹോരാത്ര പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട മഹാന്മാർ, ആ മഹാന്മാർ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് മനുഷ്യന് സ്വർഗം നിഷിദ്ധമാക്കുന്ന കാര്യങ്ങൾ അവരിൽ വന്നു ചേരരുത് എന്ന് പഠിപ്പിക്കാനാണ്. നരകത്തിൽ ചെന്ന് ചാടുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ ഏർപ്പെട്ടു പോകരുത്. അതിലേറ്റവും പ്രധാനമായ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടി കൃത്യമായി പ്രവർത്തിച്ചവരായ മഹാന്മാർ, ആ മഹത്തുക്കളുടെ പാത അതാണ് സജ്ജന പാത, സത്യമായ പാത അതാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ നേരിന്റെ പാത, ആ നേരായ പാതയിൽ നിലക്കൊണ്ടുകൊണ്ട് ഈ ഒരാദർശത്തിന്റെ ഉന്നതിക്ക് വേണ്ടി മഹാന്മാര് പ്രവർത്തിച്ചപ്പോ അവർക്കുണ്ടായ ക്രൂരമായ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് നമുക്ക് വർണ്ണിച്ചാൽ തീരുന്നതല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ അമ്പിയാക്കൾ അടക്കമുള്ള മഹത്തുക്കൾക്കുണ്ടായി. വളരെയേറെ പ്രയാസപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായി. അള്ളാന്റെ സഹായം എപ്പോഴാണെന്നുണ്ടാവുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളുണ്ടായി. എന്നാലും അവർ ഒരിക്കലും പതറിപ്പോകാതെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ചപ്പോഴും വളരെയേറെ പരിഹാസങ്ങളും ക്രൂരമായ പീഡനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി. ഈർച്ചവാള് കൊണ്ട് ഈർന്നു മുറിക്കപ്പെട്ട അമ്പിയാക്കളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ള
ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. എത്രയോ മഹത്തുക്കളായ ആ മഹാന്മാരുടെ മുഴുവൻ ചരിത്രം. എന്തിനാണ് സഹോദരന്മാരെ അവരിങ്ങനെ പ്രയാസപ്പെട്ടത്? അവരെന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിയത്? അവരെന്തിനാണ് ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങളൊക്കെ സഹിച്ചത്? അതൊക്കെ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീനിനെ മാത്രം ആരാധിക്കുക എന്ന ആ ഇസ്ലാമിന്റെ ശക്തമായ ആ അധ്യാപനം പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച മഹാന്മാരെ സംബന്ധിച്ച്, ആ മഹാന്മാര് ഏതൊരാദർശത്തിന് വേണ്ടിയാണോ ഈ ലോകത്ത് ജീവിച്ചതെങ്കിൽ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ആ അമ്പിയാക്കൾ നാളെ പരലോകത്ത് അവർക്കെതിരാവില്ലേ? ആ ഔലിയാക്കൾ നാളെ പരലോകത്ത് അവർക്കെതിരാവില്ലേ? ആ ശുഹദാക്കൾ നാളെ പരലോകത്ത് അവർക്കെതിരാവില്ലേ? അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ, ശുഹദാക്കളെ സംബന്ധിച്ച് പറയുമ്പോ, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണ്ടേ ആ മഹത്തുക്കൾ ജീവിച്ച പാത. ആ പാത പ്രവാചകന്മാരെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് നോക്കൂ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അമ്പിയാക്കളുടെ സ്വഭാവം എന്തായിരുന്നു? അവർ നന്മയുടെ കാര്യത്തിൽ വളരെയേറെ മുന്നേറിയവരാണ്. അവർ നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. ആഗ്രഹത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ഭയത്തോടുകൂടിയുമൊക്കെ അല്ലാഹുവിനെ വളരെയേറെ ഭയപ്പെട്ട്, അതുപോലെ തന്നെ അവനോട് വിനയാന്വിതരായിക്കൊണ്ട് താഴ്മയോടെ അല്ലാഹുവിന്റെ മുമ്പിൽ അവരതാ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നവരാണ്. ശുദ്ധ ഖുർആനിലതാ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മഹത്തുക്കളായ ഒട്ടേറെ അമ്പിയാക്കന്മാരുടെ അതുപോലെ തന്നെ സാലിഹീങ്ങളുടെ ദുആകളെല്ലാം നമുക്ക് കാണാം. അവരെല്ലാവരും പ്രാർത്ഥിച്ചത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോട് മാത്രമാണ്. അവനോടല്ലാതെ ഒരു പ്രവാചകനും പ്രാർത്ഥിച്ചിട്ടില്ല. അവനെയല്ലാതെ ഒരു പ്രവാചകനും ആരാധിച്ചിട്ടില്ല. അവന്റെ മുമ്പിലല്ലാതെ ഒരു സാലിഹീങ്ങളും നമിച്ചിട്ടില്ല. ഈ ഇസ്ലാമിന്റെ കൃത്യമായ ഈ പ്രഖ്യാപനം അമ്പിയായിനെ സംബന്ധിച്ച് കുറെ ചരിത്രങ്ങളൊക്കെ അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് നേർമാർഗം സിദ്ധിച്ച മഹത്തുക്കൾ അവരാണ്. അവരുടെ പാത, ആ പാതയെയാണ് നീ പിൻപറ്റേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, ആ നിലക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായി ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അധ്യാപനത്തിന് വേണ്ടി ഏറ്റവും ത്യാഗം സഹിച്ചവരായ അമ്പിയാക്കൾ, അതുപോലെ തന്നെ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം തേടിയവരാണെന്നോ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവരാണെന്നോ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സങ്കടം പറഞ്ഞവരാണെന്നോ അവരെ സംബന്ധിച്ച് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അതെത്രമാത്രം വലിയ അപരാധമാണ്, അതെത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ പ്രസംഗിച്ച പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രസംഗത്തിലെ പ്രഭാഷണം ആരംഭിച്ചത് തന്നെ അമ്പിയാക്കളുടെ പേരിൽ ഒരു വലിയ ആരോപണം പറഞ്ഞുകൊണ്ടാണ്. ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീനിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ള, അല്ലാഹുവിനോട് മാത്രം സഹായം തേടിയിട്ടുള്ള ആ നിലക്കുള്ള മഹാന്മാരായ അമ്പിയാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട്, അമ്പിയാക്കന്മാര് പോലും മഹാനായ നബിതങ്ങളോട് സഹായം തേടിയവരാണ്, നബിതങ്ങളെ ഇടതേടിയടയാളരാക്കിയവരാണ് എന്ന് തുടങ്ങി അമ്പിയാക്കളടക്കമുള്ള പലരുടെയും പേരിൽ ഒരു വലിയ ആരോപണമാണ് അവരെ പുകഴ്ത്തുന്നു എന്ന പേരിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളൂ. അമ്പിയാക്കന്മാരൊക്കെ ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് അവസാനം കേൾക്കാം. അമ്പിയാക്കളും മഹാന്മാരായ അമ്പിയാക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇടതേടിയവരാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങൾ മുഴുവനും, മുഴുവൻ സഹാബികളും അമ്പിയാക്കളും അവനെ സംബന്ധിച്ച് കംപ്ലൈന്റ് പറയാൻ അല്ലാഹുവിന്റെ മുന്നിലുണ്ടാവും. കാരണം അവരെയൊക്കെ
അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കിയത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടിയത് കൊണ്ടും ഏറ്റവും വലിയ തെറ്റ് ചെയ്തവനാണ് ആരോപിക്കുന്നത്. ഈ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ആരാണ് സഹോദരന്മാരെ? ഈ മനുഷ്യനെ പോലെ ആഖിറത്തിൽ കൈവലഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ വേറെ ആരാണ്? എല്ലാവരും അവനെതിരെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാൾ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണെന്നാണോ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത്? ചെറിയ വിഷയമാണോ അത്? ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ മേൽ വളരെ ഗുരുതരമായ ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ അമ്പിയാക്കളും മഹത്തുക്കൾ മുഴുവനും നബി തങ്ങളോട് സഹായം തേടിയവരാണ്, നബി തങ്ങളെ വിളിച്ചു തേടിയവരാണ്, നബി തങ്ങളെ ഇടയാളരാക്കിയവരാണ് എന്ന് അംബിയാഇനെ സംബന്ധിച്ച് അവരല്ലേ അതിൽ പ്രഥമമായി പരാമർശിക്കപ്പെട്ടത്. ആ അംബിയാഇനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോ അത് പറയുന്നയാൾക്കൊരൽപ്പം ഭയം വേണ്ടേ? അള്ളാന്റെ കോടതിയിലെത്തുമ്പോ മഹാന്മാരായ അംബിയാക്കൾ തന്നെ ഈ മനുഷ്യനെതിരെ വരില്ലേ? എത്രയോ നേതാക്കന്മാരവിടെ വരില്ലേ? അംബിയാക്കന്മാരെതിരെ വന്നുകൊണ്ട് അള്ളാനോട് കംപ്ലൈന്റ് കൊടുക്കില്ലേ? ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനാണ് എന്റെ പേരിൽ ആരോപണം പറഞ്ഞത്, ഞാൻ നിന്റെ ഹബീബായ നബിതങ്ങളെ വിളിച്ചിട്ടുണ്ട്, നബിതങ്ങളോട് സഹായം തേടിയിട്ടുണ്ട്, നബിതങ്ങളെ കൊണ്ട് ഇട തേടിയിട്ടുണ്ട് എന്ന് ഇതാ ഈ മനുഷ്യനാണ് പറഞ്ഞത് എന്ന് ഈ മനുഷ്യനെതിരെ അള്ളാന്റെ കോടതിയിൽ അമ്പിയാക്കൾ വരില്ലേ? ഇതുപോലത്തെ ആശയങ്ങൾ പറയുന്ന സർവ്വ ആളുകളുടെ മുമ്പിലും അവർക്കെതിരായിക്കൊണ്ട് അമ്പിയാക്കന്മാര് വരില്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാനെയും അവന്റെ ദൂതനെയും അനുസരിച്ചിട്ടുള്ള കക്ഷികൾ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആര് അള്ളാനെ അനുസരിച്ചോ റസൂലിനെ അനുസരിച്ചോ അവൻ അള്ളാഹ് അനുഗ്രഹിച്ച മഹത്തുക്കളുടെ കൂടെയാണ്. ആരാണ് അള്ളാഹ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന, നബിമാര് അവരിൽ മുമ്പന്മാരാണ്, വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ നാല് ഭാഗത്ത് പറഞ്ഞില്ലേ, ഇവരാണ് സ്വർഗത്തിൽ അത്യുന്നതരായ കൂട്ടുകാരായിക്കൊണ്ട് അള്ളാഹു അവർക്ക് നൽകുന്നതെന്ന ആശയം അല്ലാഹ് അവിടെ പറഞ്ഞല്ലോ. അതെത്ര വലിയ ഒരു ഫദ്ലാണ്, അതെത്ര വലിയ ഒരു അനുഗ്രഹമാണ്. അതേ അവസരത്തിൽ അംബിയായിനെ സംബന്ധിച്ചാണ് ഇവിടെ ആരോപണം പറഞ്ഞത്. അംബിയാക്കൾ മുഹമ്മദ് നബിയെ കൊണ്ട് ഇടതേടിയവരാണ്, സഹായം തേടിയവരാണ് നബിയോട് എന്ന് പറയുമ്പോ അതിന് പ്രമാണങ്ങളിൽ നിന്ന് തെളിവുദ്ധരിക്കേണ്ട ബാധ്യതയല്ലേ? അവനവന്റെ തൊള്ള തെളിവായിട്ട് കാര്യമുണ്ടോ? അതിന് പ്രമാണങ്ങൾ തെളിവ് വേണ്ടതില്ലേ? അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ എവിടെയാണ് ബിഹഖി മുഹമ്മദിൻ എന്നോ ബിഹഖി നബി എന്നോ അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനയിൽ സ്വഹീഹായ നിലക്ക് വന്നത് എവിടെയാണ്? അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അമ്പിയാക്കന്മാര് മുഴുവനും യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് എന്നോ അതല്ലെങ്കിൽ അർത്ഥത്തിലോ അമ്പിയാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം തേടി എന്ന് എവിടെയാണ് പ്രമാണങ്ങളിലുള്ളത്? നിങ്ങളുടെ മൗലിദ് കിതാബിലെ തെളിവുകൾ പോരല്ലോ. മങ്കൂസ് മൗലിദിൽ ഒരു പക്ഷേ കാണാം, അല്ലാഹു വല്ലദീ തവസ്സല ബിഹി ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ? കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട്
അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മൗലീദിന്റെ കിതാബുകളിലതാ, അതിന്റെ ആമുഖത്തിലതാ കുറെ ആളുകളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചത് കാണുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, ഖിദ്ർ നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, മൂസാ നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, യൂനുസ് നബിയുടെ ദുആ പറഞ്ഞിട്ടുണ്ട്, ദാവൂദ് അതുപോലെ തന്നെ അലൈഹിമുസ്സലാത്തു വസ്സലാം മഹാന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ചുമുള്ള ദുആകൾ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള, നിങ്ങളുടെ തന്നെ ആളുകൾ പ്രകാശനം ചെയ്തിട്ടുള്ള മൗലീദിന്റെ കിതാബുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതിലെവിടെയെങ്കിലും അല്ലാഹു അല്ലാത്തവരോടൊരു പ്രാർത്ഥനയുണ്ടോ? നബിതങ്ങളോട് പ്രാർത്ഥനയുണ്ടോ? നബിതങ്ങളെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇനി സ്വഹാബത്തിന്റെ ചര്യയും അങ്ങനെ തന്നെയല്ലേ? സ്വഹാബിമാരുടെ ധാരാളം പ്രാർത്ഥനകൾ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവോ അതുപോലെ തന്നെ അവിടെ നിന്നിങ്ങോട്ട് ഏതെങ്കിലും സ്വഹാബിമാരുടെ ദുആകളിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിലൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ഈ മൗലിദിന്റെ കിതാബിൽ പോലും ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട് ഒരു സഹാബിയുടെ. ഇതാണ് ആ സഹാബി ഉക്കാശത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയിൽ കാണാം, അദ്ദേഹം കുറെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന പേരിൽ ഈ മൗലിദ് കിതാബിൽ വന്നതാണ് ഞാൻ പറയുന്നത്. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ മഅ്തമത്തു ബിഹി അലാ സിവാക ഫിശ്ശദായിദി കുല്ലിഹാ വലം അഅലം ബിഹി ഔ അഅലമു തുബ്തു അൻഹു വഅസ്ലംതു വഅഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ മസ്തഅൻതു മിൻ ഗൈരിക ഫിന്നവായിബി കുല്ലിഹാ വലം അഅലം ബിഹി ഔ അഅലമു തുബ്തു അൻഹു വഅസ്ലംതു വഅഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഉക്കാശത്ത് റളിയല്ലാഹു അൻഹുവിന് എത്ര മഹത്വമുള്ളയാളാണ്. അതാ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഉക്കാശത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. 70,000-ഓളം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞപ്പോ ആ മഹത്തുക്കളിൽ പെടാൻ അവസരം കിട്ടിയ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിൽ നിന്ന് കേൾക്കുവാൻ, നേരിട്ട് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ് ഉക്കാശത്ത് റളിയല്ലാഹു അൻഹു. ആ ഉക്കാശ റളിയല്ലാഹു അൻഹു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് അറിയിക്കപ്പെട്ട, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ സുവിശേഷം അറിയിക്കപ്പെട്ട ഉക്കാശ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുമ്മ മഅ്തമത്തു ബിഹി അലാ സിവാക ഫിശ്ശദായിദി കുല്ലിഹാ വലം അഅലം ബിഹി ഔ അഅലമു തുബ്തു അൻഹു വഅസ്ലംതു വഅഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് അതിന്റെ ആശയം? എന്താണ് ആ പറഞ്ഞത്? അല്ലാഹുവേ, ഏതെങ്കിലും എൻ്റെ എല്ലാ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ നിന്നെയല്ലാതെ വല്ലവരുടെയും മേൽ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എന്നിട്ട് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നെയും നോക്കൂ, അല്ലാഹുമ്മ മസ്തഅൻതു ബിഹി മസ്തഅൻതു മിൻ ഗൈരിക ഫിന്നവായിബി കുല്ലിഹാ വലം അഅലം ബിഹി ഔ അഅലമു തുബ്തു അൻഹു വഅസ്ലംതു വഅഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അവിടെയും അതേ ആശയം തന്നെയാണ് വളരെ കൃത്യമായി മഹാനവറുകൾ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ഹദീസിൽ വന്നതാണോ അല്ലേ എന്ന ചർച്ചയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ പോലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ മഹാന്മാരുടെ പ്രാർത്ഥനകളിൽ, അംബിയായിന്റെ പ്രാർത്ഥനകളിൽ, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ പ്രാർത്ഥനകളിൽ, അവരിൽ തന്നെ അഗ്രഗണ്യന്മാരുടെ പ്രാർത്ഥനകളല്ലേ കൊടുത്തത്. ഒരിടത്ത് പോലും അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കിക്കൊണ്ടുള്ള ഒരു ദുആ, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു തേട്ടം കാണാൻ നമുക്ക് കഴിയില്ല. പരിശുദ്ധ ഖുർആനിലതാ അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞിടത്തും സാലിഹീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്തുമൊക്കെ അവരൊക്കെ അള്ളാഹുവിനോടല്ലാതെ സഹായം ചോദിച്ചിട്ടില്ലല്ലോ. അതാ ശൈഖ് ജീലാനി ചൊല്ലിയതെന്ന് പറയപ്പെടുന്ന ചില പദ്യങ്ങൾ ഞാനിവിടെ തുടക്കത്തിൽ കേൾപ്പിച്ചത് ആ പദ്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, അതിൽ അദ്ദേഹം ആവർത്തിച്ച് പറയാണ്, മാലീ മലാദുൻ വലാ ദുഖ്റുൻ അലൂദു ബിഹി വലാ ഇമാദുൻ വലാ ഹിർസുൻ സിവല്ലാഹി. അവിടെയും പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത്, മാലീ മലാദുൻ, എനിക്കൊരു അഭയ കേന്ദ്രവും ഇല്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയാണ്. എനിക്ക് രക്ഷ നേടാൻ, എനിക്ക് അഭയം ചോദിക്കാൻ, എനിക്കെന്റെ സങ്കടം പറയാൻ ഒരു രക്ഷ കേന്ദ്രവും ഒരഭയ കേന്ദ്രവും ഒരത്താണിയും ഒരു തൂണുമില്ല. വലാ ഇമാദുൻ വലാ ഹിർസുൻ സിവല്ലാഹി. അല്ലാഹുവല്ലാതെ എനിക്ക് മറ്റാരും അഭയമില്ല, അഭയ കേന്ദ്രമില്ല. അതുകൊണ്ട് മഹാനവറുകൾ ഉപദേശിക്കുകയാണെന്ത്, ഇന്ന ശദാഇദ മഹ്മാ ضاقത്തിൻ ഫറജത് ലാ തഖ്നതന്ന ഇദൻ മിൻ റഹ്മത്തില്ലാഹി. എന്ത് തന്നെ ബുദ്ധിമുട്ടുകളും ഏത് പ്രയാസങ്ങളും ഉണ്ടായാലും അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനായി പോകരുത് കേട്ടോ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും വഖുല്ലിദാ ضاقത്തിൽ അഹ്വാലു മുബ്തഹിലാ ബിറഫ്ഇ സൗത്തിൻ ലാ യാ ഗാറത്തല്ലാഹി. മഹാനവറുകൾ പറയുന്നത് നോക്കൂ, എന്ത് പ്രതിസന്ധി നിനക്കുണ്ടാകട്ടെ, ഏത് അഹ്വാലുകൾ നിന്നെ ബുദ്ധിമുട്ടിക്കട്ടെ, ഏത് സാഹചര്യത്തിൽ നീ അകപ്പെട്ടാലും അള്ളാന്റെ സഹായമല്ലാതെ, അള്ളാനോടല്ലാതെ തേടിക്കൂടാ, വിളിച്ചുകൂടാ. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. എന്നിട്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്, അർജൂഹു സുബ്ഹാനഹു അല്ലാ യുഖയ്യിബലി ളന്നൻ ഫഹസ്ബിയ മാ അർജൂഹു ഫില്ലാഹി. അല്ലാഹനെയാണ് എൻ്റെ പ്രതീക്ഷ, അവൻ എന്നെ പരാജയപ്പെടുത്തില്ല, അവൻ എന്നെ രക്ഷിക്കും എന്ന് മഹാനവറുകൾ അത് തന്നെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. എന്തേ കാരണം? മഹത്തുക്കളുടെ ഒക്കെ പാതയതാണ്. അള്ളാനോടല്ലാതെ സഹായം തേടപ്പെട്ടുകൂടാ, അള്ളാനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. അമ്പിയാക്കളുടെ പാതയതാണ്, സ്വഹാബത്തിന്റെ പാതയതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇമാമിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നോക്കൂ. ഇമാമിങ്ങൾ പ്രാർത്ഥിച്ച മഹത്തുക്കളുടെ പ്രാർത്ഥനയിൽ കാണാം, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ കമാ സുൻത വജ്ഹി അനിസ് സുജൂദി ലിഗൈരിക ഫസുൻഹു അനിൽ മസ്അലതി ലിഗൈരിക. എന്താ മഹാനവറുകൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, എൻ്റെ മുഖത്തെ മറ്റൊരാൾക്ക് നീയല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നതില്ലെന്ന് നീ കാത്തിട്ടുണ്ട്. എൻ്റെ മുഖം ഒരാളുടെ മുമ്പിലും ഞാൻ ഇതുവരെ ഈ നെറ്റിത്തടം അല്ലാഹ് നിന്റെ മുമ്പിലല്ലാതെ വെച്ചിട്ടില്ല കേട്ടോ. നിനക്കല്ലാതെ സുജൂദ്
ചെയ്തിട്ടില്ല. അങ്ങനെ എന്റെ മുഖത്തെ നിനക്കല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നതില്ലെന്ന് നീ എന്നെ സംരക്ഷിച്ചതുപോലെ ഫസുൻഹു, ആ മുഖത്തെ നീ സംരക്ഷിക്കണേ, ആ മുഖത്തെ നീ സംരക്ഷിക്കണേ. അനിൽ മസ്അലതി ലിഗൈരിക, അല്ലാഹ് നിന്നോടല്ലാതെ ചോദിക്കുക എന്ന ആ ഒരവസ്ഥയിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളണേ അല്ലാഹ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ദുആ ചെയ്യാറുണ്ടെന്ന് അവിടുത്തെ ചരിത്രം വിശദീകരിക്കുന്ന കിതാബുകളിൽ കാണുന്നു. മഹാന്മാരൊക്കെ പറഞ്ഞതല്ലേ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ, ബുഖാരി ഇമാമിനെ കേൾക്കാത്തവരുണ്ടോ? ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഉസ്താദായ നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയാണ്, ലാ യുസ്തആദു ബിമഖ്ലൂഖ്, ഒരു സൃഷ്ടിയോടും ഒരു മഖ്ലൂഖിനോടും അഭയം തേടപ്പെടുകയില്ല എന്ന് വളരെ കൃത്യമായി മഹാനവറുകൾ വിശദീകരിക്കുന്നു. ഇനിയും കേട്ടോ, നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാണ് ഈ പറയുന്നത്. ഇബ്നു തൈമിയ്യ വരുന്നതിന്റെ മുമ്പ് ആരാണ് ഈ പഴച്ച ആശയം പറഞ്ഞതെന്ന് ചോദിക്കുന്ന ആളുകളില്ലേ? ഇവിടെയും മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, ഇബ്നു തൈമിയ്യക്ക് മുമ്പുള്ള ആളുകളെ തന്നെ ഉദ്ധരിക്കാം. ഇനിയും കേട്ടോളൂ. മുഹാലുൻ അൻ യസ്തഈദ മുസ്ലിമുൻ ബിഖൽഖില്ലാഹി മിൻ ശർരി ഖൽഖിഹി. എന്താ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഇബ്നു ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദാ മഹാനവറുകൾ പറയുകയാണ്, മുഹാൽ, അസംഭവ്യമാണ് കേട്ടോ. അൻ യസ്തഈദ മുസ്ലിം, ഒരു മുസ്ലിം അഭയം ചോദിക്കൽ ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളോട്, മിൻ ശർരി ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ ശർറിൽ നിന്ന്, അള്ള പടച്ച സൃഷ്ടികളുടെ ഷർറിൽ നിന്ന് കാവൽ തേടുക. ആരോട്? അള്ളാന്റെ സൃഷ്ടികളോട് തന്നെ. അഥവാ ഒരു മഖ്ലൂഖിന്റെ ഷർറിൽ നിന്ന്, ഒരു മഖ്ലൂഖിന്റെ ഷർറിൽ നിന്ന് മറ്റൊരു മഖ്ലൂഖിനോട് തേടുക എന്നത് ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിക്കരുതാത്തതാണ്. ആ അർത്ഥത്തിൽ മഹാനവറുകളും പറയുന്നു. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ എത്ര സംഭവങ്ങളാണ്. അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ധാരാളം നമ്മൾ മുമ്പും വിശദീകരിച്ചതാണ്. അപ്പോൾ ആ മഹത്തുക്കളായ അമ്പിയാക്കന്മാര്, ഖുർആൻ പരിശോധിച്ചു നോക്കൂ. അമ്പിയാക്കന്മാര് അള്ളാഹിനോടല്ലാത്തൊരു പ്രാർത്ഥനയുണ്ടോ? റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ? എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഈ നബിയുടെ ദുആ, സുലൈമാൻ നബിയുടെ ദുആ, അതല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ദുആ, അതല്ലെങ്കിൽ ആദം നബിയുടെ ദുആ, ഏതു പ്രവാചകനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടോ മുൻകഴിഞ്ഞ അമ്പിയാക്കളോടോ വിളിച്ച് തേടിയതോ ഇടയാളന്മാരാക്കിയതോ? പ്രമാണത്തിൽ തെളിയിക്കപ്പെടാൻ കഴിയാവുന്ന നിലക്ക് ഒരൊറ്റ രേഖയും വന്നിട്ടില്ല. എന്നിട്ട് ആ മഹത്തുക്കളുടെ പേരിൽ കള്ളം പറഞ്ഞവനേക്കാൾ, ആരോപണം ഉന്നയിച്ചവനേക്കാൾ നാളെ പരലോകത്ത് കുടുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ വേറെയുണ്ടോ? എല്ലാവരും അയാൾക്കെതിരെ വരില്ലേ? അമ്പിയാക്കൾ വന്നിട്ട് പറയില്ലേ, ഇയാളാണ് ഞങ്ങളിതാ നീ വിരോധിച്ച കാര്യം ചെയ്തു എന്ന് പറയുന്നത്, ഞങ്ങളിതാ ഒരു മുസ്ലിമിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് പണ്ഡിതന്മാര് പറഞ്ഞ കാര്യങ്ങൾ അമ്പിയായിൽ നിന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞ ആളിയാളല്ലേ? ആ നിലക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് എന്റെ സഹോദരീ സഹോദരന്മാരോട്, ശ്രോതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് അല്ലാഹയല്ലാതെ ഒരു അവലംബമില്ല കേട്ടോ. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്ക്. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കൂ. ഈ ആശയം ഇതാണ് ലോകത്തെന്നും പറയപ്പെട്ടിട്ടുള്ള ആശയം. ആ ആശയത്തിനെതിരെ ആര് പറഞ്ഞാലും അത് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടാനാവില്ല. കാരണം ഖുർആൻ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആര് വാദിച്ചാലും ലാ ബുർഹാന ലഹു, അക്കക്ഷികൾക്ക് തെളിവില്ല, ബുർഹാനില്ലെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അപ്പൊ അമ്പിയാക്കന്മാരുടെ പേരിലൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് പറയുക എന്നത് പലർക്കും ഇന്നൊരു നിസ്സാരമായി മാറിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
നാളെ പരലോകത്ത് മഹ്ശറിലെത്തിക്കഴിഞ്ഞാൽ അള്ളാന്റെ കോടതിയിലതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇവരിതാ ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിയുടെ പേരിൽ, അതുപോലെ തന്നെ ഖിദർ അലൈഹിസ്സലാമിന്റെ പേരിൽ, അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാമിന്റെ പേരിൽ, അമ്പിയാക്കളുടെ പേരിലൊക്കെ ആരോപണം പറയൽ, ഇല്ലാത്തത് പറയൽ, പ്രമാണങ്ങളിൽ തെളിവില്ലാത്തത് പറയൽ ഇവർക്കൊരു പുത്തരിയല്ല, പണ്ടേയുള്ള സ്വഭാവമാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇതേതാണ് സാധനം? ഇത് ഞാൻ നേരത്തെ കാണിച്ച 366 വക മൗലിദ് കിതാബാണ്. ആ മൗലിദ് കിതാബിൽ റിഫായി മൗലിദിൽ ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ് സംഭവം എന്നോ കേൾപ്പിക്കട്ടെ. ഖദ് ഖാല ശൈഖു ശുയൂഖിനാ അബുൽ വഫാ ഖൗലൻ സഹീഹൻ മാ ലഹു മിൻ മുത്ഹമി ഇന്നി സമിഅതുൽ ഖിദ്റ യൗമൻ ഖാല ലീ യൗമൽ മആദിസ يفتخر ذو العصم محمد صلى عليه الصمد بالسيد الكبير بين الأمم يسأل جميع الأنبياء آخذا بيد الكبير بن العلي المكرم هل عندكم في من رجل لا لا فوالله مثله من نارمي فيجيء آدم عند طه مسرعا متصافيا متسلما بالكرم. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, എന്താണ് അവിടെ വിശദീകരിക്കുന്നത്? നമ്മുടെ ശൈഖ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. എന്താ ശൈഖ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ കേട്ടത്? ആരാണ് പറഞ്ഞത്? ആരാണ് കേട്ടത്? നമ്മുടെ ശൈഖ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നു, ഒരു അബുൽ വഫ പറഞ്ഞിട്ടുണ്ട്. സഹിഹായ ഖൗലാണ്, ആമുഖത്തിൽ തന്നെ നോണ പറഞ്ഞിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്നി സമിഅതുൽ ഖിദ്റ യൗമൻ ഖാല ലി, എന്നോട് ഖിദ്ർ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു. ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. കണ്ടോ, ഖിദ്ർ അലൈഹിസ്സലാം ഇപ്പോഴും ഉണ്ട്. ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഖിദ്ർ നബി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ? അതൊരു പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ ഇപ്പോഴും ഈ കാലത്തും അങ്ങനെ പലരും പലതും പറയുന്നു. ഖിദ്ർ അലൈഹിസ്സലാം അമ്പിയാക്കളെ പോലെ തന്നെ വഫാത്തായി പോയതാണ്. അതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതും. അത് വേറൊരു വിഷയമാണ്. എന്നാൽ ഇവര് പറയുന്നു എന്നും ഖിദ്ർ അലൈഹിസ്സലാം ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ മൗലിദ് കെട്ടി ഉണ്ടാക്കിയ വ്യക്തിയോട്, ഇയാളോട് ഖിദ്ർ നബി വന്നിട്ട് എന്താ പറയുന്നത്? അതാ നാളെ പരലോകത്ത് മഹ്ശറിൽ വെച്ചൊരു സംഭവം നടക്കാൻ പോകുന്നു. എന്താ സംഭവം? എന്താ അവിടെ നടക്കാൻ പോകുന്ന കാര്യം? യൗമൽ മാദി സയഫ്തഖിറു ദുൽ ഇസമി മുഹമ്മദുൻ സല്ലല്ലാഹി സമദു ബിസയ്യിദിൽ കബീരി ബൈനൽ ഉമമി. മഹ്ശറിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തടക്കം സർവ്വജനങ്ങളും, ജനകോടികൾ, കോടാനുകോടി മനുഷ്യന്മാര് മഹ്ശറിൽ അങ്ങനെ വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും? ആ കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ ഒരാളുടെ കൈ അങ്ങ് പിടിക്കും. ആരുടെ കൈയാണത്? അഹ്മദുൽ കബീർ റിഫായി ശൈഖിന്റെ കൈ അങ്ങ് പിടിക്കും. റിഫായി ശൈഖിന്റെ കൈ പിടിച്ചിട്ട് നബി ഇങ്ങനെ നടക്കുകയാണ് മഹ്ശറിൽ കൂടി. അമ്പിയാക്കന്മാരുടെ ഒക്കെ മുമ്പ് കൂടെ നടക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? യസ്അലു ജമീഅൽ അംബിയാഇ ആഖിദാ ബിയദിൽ കബീരി ബിനിൽ അലിയിൽ മുക്റമി. റിഫായി ശൈഖിന്റെ കൈ എങ്ങനെ പിടിച്ചിട്ട് നബി ഇങ്ങനെ ഓരോ അമ്പിയാക്കളെടുത്തും ചെന്നിട്ട് ചോദിക്കും. നബിമാരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദുൽ കബീർ റിഫായിയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കും, ഹൽ ഇൻദകും ഫീ ഉമമിൻ മിൻ റജുലിൻ ലലാ ഫവല്ലാഹ് മിസ്ലുഹു മിൻ അരിമി
ഓ അമ്പിയാക്കന്മാരെ, നിങ്ങളുടെയൊക്കെ ജനതയിൽ ഇതുപോലത്തെ ഒരാളുണ്ടായിട്ടുണ്ടോ? ഇതുപോലത്തെ ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആദം അലൈഹിസ്സലാം ഇങ്ങോടി വരും. ഫയജീഉ ആദമു ഇൻദ താഹ മുസിരിയാ മുതസാഫിഹൻ മുതസല്ലിമൻ ബിൽ കറമി. ആദം നബി അതാ വരുന്നു. ആദം നബി ഓടി വരും. എന്നിട്ടതാ റസൂലുള്ളാഹിക്കും അതുപോലെ തന്നെ ഇതാ ഈ അഹ്മദുൽ കബീറിനും കൈ കൊടുക്കുകയാണ്. കൈ കൊടുത്തിട്ട് മേനി നടിക്കുകയാണ്. പിന്നെയോ എന്നിട്ട് അമ്പിയാക്കന്മാര് മുഴുവനും വരവായി. സുമ്മായജീഉൽ അംബിയാഉ ജമീഉഹും വയസാഫിഹൂന മഅൻ നബി ദിൽ ഹറമി വശൈഖി അഹ്മദ നവറല്ലാഹു ബിഹി ഖൽബി ഖുലൂബൽ ഹളിരീൻ അൽ ഫഹിമി. ചുരുക്കി പറയട്ടെ, എല്ലാം കെട്ടുകഥകളാണ്. ആ കെട്ടുകഥയുടെ അവസാനം എന്താ പറയുന്നത്? പിന്നെ സർവാമ്പിയാക്കന്മാരും ആദം നബി അങ്ങ് വരുമ്പോ എല്ലാവരും വരുന്നു. റസൂലുള്ളാഹിക്ക് കൈ കൊടുക്കുന്നു. അഹ്മദുൽ കബീർ റിഫായിക്ക് കൈ കൊടുക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം കെട്ടുകഥകളുടെ സമാഹാരമാണ് മൗലിദ് കിതാബുകൾ. അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. മൗലിദ് കിതാബ് ഈ നാദാപുരത്ത് വറതും പറഞ്ഞപ്പോ എത്രയെത്ര കഥകളാണ് തള്ളിയത്, എത്ര എണ്ണമാണ് തള്ളപ്പെട്ടത്. നാദാപുരം പരിപാടി കൊണ്ടുള്ള മെച്ചമാണത്. അതാ എത്രയോ മൗലിദിന്റെ കാര്യങ്ങളെ, എത്രയോ മൗലിദിൽ പറഞ്ഞ കാര്യങ്ങളെ ഓരോ പ്രഭാഷണവും കഴിയുമ്പോ തള്ളി തള്ളി നീക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ അള്ളാന്റെ തൗഫീഖോട് കൂടെ തുടരുമ്പോ ഒരുപാട് മൗലിദുകൾ നിങ്ങൾ തള്ളും. ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ മൂക്ക ഇല്ലല്ലാഹ്, ഇങ്ങനെ പറയും. അതിന്റെ അറബിയാണ് ലാ ഐന ഇല്ലല്ലാഹ്, ലാ അൻഫ ഇല്ലല്ലാഹ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തുണ്ട്? ഒരു മൗലിദ് കിതാബിലുണ്ട് പോലും. മൗലിദ് കിതാബ് എന്ന പേരിൽ അച്ചടിച്ചു വരുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ, അത് വേറെ വിഷയം. അതേസമയം ഈ മൗലിദ് കിതാബ് മർക്കസിലെ ഒരു അധ്യാപകൻ പ്രകാശനം ചെയ്തു പോലും. പ്രകാശനം ചെയ്യുന്ന ആളുകൾ അത് വായിച്ചു നോക്കാറില്ല എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു നോക്കി ഞങ്ങളെ വായിച്ചു നോക്കിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അത് വേറെ. എന്നാൽ ഇതിൽ തെറ്റുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. ഞാൻ പറയുന്നത് പ്രകാശനം ചെയ്തു എന്നത് തെളിവല്ല. മൗലൂദ് കിതാബിനുണ്ട് എന്നെ തെളിവല്ല. മൗലൂദ് കിതാബ് എന്നുള്ള പേരിൽ വരുന്ന കിതാബിൽ പലതും ഉണ്ട്. അതിൽ സ്വീകരിക്കാൻ പറ്റുന്നതുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. മൗലൂദ് കിതാബിനുണ്ട് എന്നെ തെളിവല്ല. മൗലൂദ് കിതാബ് എന്നുള്ള പേരിൽ വരുന്ന കിതാബിൽ പലതും ഉണ്ട്. അതിൽ സ്വീകരിക്കാൻ പറ്റുന്നതുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. ഒരുപാട് മൗലിദുകൾ നിങ്ങളെ കൊണ്ട് തള്ളിക്കും. ഒരുപാട് കഥകളെ നിങ്ങൾ തള്ളേണ്ടി വരും. അതിലേക്കുള്ള സൂചനകളുണ്ട്. പലതും നിങ്ങൾ തള്ളേണ്ടി വരും. പലതും ഞങ്ങൾ പറയുന്നതല്ല എന്ന് പറയേണ്ടി വരും. ഈ കണ്ട കാലം അത്രയും മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്കതുമായി ബന്ധമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് ഈ രാജ്യത്ത് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളുടെ വിജയം തന്നെ. അർഹമുർ റഹീമീനായ നാഥനെതിരിൽ, അവൻ പഠിപ്പിച്ച ആദർശത്തിനെതിരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിനെതിരിൽ നിങ്ങൾ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ ഓരോന്നോരോന്നായി തള്ളേണ്ട അവസ്ഥയിലേക്ക്, തള്ളാതെ നിൽക്കക്കള്ളിയില്ല എന്ന അവസ്ഥയിലേക്ക് ഈ പ്രഭാഷണം മാറിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളിൽ നിന്ന് തന്നെ തെളിവ് സഹിതം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, ഈ നിലക്ക് അള്ളാന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ? ഔലിയായിന്റെ പേരിൽ വേണോ? മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്കൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ ഗൗരവല്ലേ? ഇയാൾ ചോദിച്ചില്ലേ തമാശയാണോ കാര്യം? അല്ലല്ലോ.
തമാശയല്ലല്ലോ കാര്യം, എത്ര ഗൗരവത്തോടു കൂടിയാണ്. എന്നിട്ടോ അഹ്മദുൽ കബീറിനോട് വിളിച്ചു പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ വിളിച്ചു തേടുന്ന പദ്യങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ധാരാളം ആ നിലക്ക് മഹത്തുക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന, ആ നിലക്ക് അതിനു വേണ്ടി പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് പൊറുപ്പിക്കപ്പെട്ടുകൂടാ. അള്ളാനെ സ്നേഹിക്കുന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുള്ള ഒരു മുസ്ലിമിനും അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അമ്പിയായിന്റെ പേരിൽ ഈ നിലക്കുള്ള ആരോപണം പറയുക. ആ നിലക്കുള്ള ആരോപണങ്ങൾ അവരുടെ പേരിൽ പറഞ്ഞുകൊണ്ട് കെട്ടുകഥകൾ ഉണ്ടാക്കി ജനങ്ങളെ കൊണ്ട് ചൊല്ലിക്കുക, അത് പ്രചരിപ്പിക്കുക, അതിന്റെ പേരിൽ പല രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റുക. ഈ ഒരവസ്ഥയോളം എത്തുമ്പോ അതുകൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്ത് എന്താണ്? മഹാന്മാരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ അവർ അല്ലാഹനെ പോലെ കാണുന്നു, അല്ലാഹനെ പോലെ കേൾക്കുന്നു, അല്ലാഹനെ പോലെ അവർക്കറിവുണ്ട്, അല്ലാഹനെ പോലെ അവർ ഉത്തരം ചെയ്യുന്നു, അല്ലാഹനെ പോലെ അവർക്ക് കഴിവുണ്ട്. പക്ഷേ അല്ലാഹ് കൊടുത്ത കഴിവാണെന്നേയുള്ളൂ. ഈ നിലക്കല്ലേ പ്രചരിപ്പിക്കുന്നത്? എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, അതുപോലെ തന്നെ എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും ഉത്തരം നൽകുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ. ഇതൊക്കെ വരുമ്പോ അല്ലാഹുവല്ലാത്ത ആളുകളിൽ ഇവർ അദൃശ്യമായ കഴിവുകളെ, അദൃശ്യമായ അറിവുകളെ ആരോപിക്കുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. മറഞ്ഞ കാര്യങ്ങൾ അള്ളാന്റെ മാത്രം അറിവിൽപ്പെട്ടതല്ലേ? അള്ളാഹ് അവനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടില്ലേ? അലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. മുമ്പ് ഇവിടെ പലതവണ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അമ്പിയാക്കന്മാര് പോലും അവരുടെ ജീവിതകാലത്ത് വരെ അവര് മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ? ഇതൊരു ചെറിയ വിഷയമാണോ? ഇതൊരു നിസ്സാര കാര്യമാണെന്നാണോ വിചാരിച്ചത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് പോലും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ആ മഹാന്മാര് മറഞ്ഞ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലല്ലോ. അമ്പിയാക്കന്മാർക്ക് അള്ളാഹു അവനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവനുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അറിയിച്ചു കൊടുക്കുമ്പോ അവരറിയുന്നു എന്നതല്ലാതെ മറഞ്ഞ കാര്യം അറിയുക എന്ന ഒരു സിദ്ധി അവരിൽ തന്നെ മുമ്പേ ഊട്ടപ്പെട്ടതാണ്, പ്രകൃത്യാ നൽകപ്പെട്ടതാണ് എന്ന നിലക്കുള്ള ഒരു പ്രത്യേകമായ അവതരണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്രയോ അമ്പിയാക്കന്മാരുടെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടില്ലേ? മഹാനായ ഖലീലുള്ളയുടെ അടുത്തേക്കതാ അതിഥികൾ കയറി വരുന്നു. മനുഷ്യവേഷത്തിലാണ്. മനുഷ്യവേഷത്തിൽ കയറി വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലല്ലേ? അറിഞ്ഞോ ഈ വന്നത് മലക്കുകളാണ്, വേഷം മാറി വന്നതാണെന്ന് അറിഞ്ഞില്ല. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണെന്ന് ആ ഒരൊറ്റ ധാരണയിലതാ ഉടനെ ഭക്ഷണം തയ്യാറാക്കുന്നു. വന്ന വിരുന്നുകാർക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നു, തിന്നാൻ ആവശ്യപ്പെടുന്നു. അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല, കൈകൾ നീളുന്നില്ല. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയത്തോടുകൂടെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ തിന്നാത്തത്? അപ്പോഴല്ലേ അവര് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ ഇതാ ഒരു നാട്ടിലേക്ക് നിയുക്തരായ അല്ലാഹുവിന്റെ റസൂലുകളാണ്, അഥവാ മലക്കുകളാണ് എന്ന നിലക്ക് സംസാരിച്ചപ്പോഴല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാര്യം മനസ്സിലാകുന്നത്. എന്തേ അതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പറയുമ്പോഴും പറയപ്പെടാത്തതെന്ത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് വന്നവരുടെ മനസ്സറിഞ്ഞോ? വന്നത് മലക്കുകളാണെന്നറിഞ്ഞോ? പറയുന്നതിന്റെ വിശദീകരിക്കുന്നതിന്റെ മുമ്പ് അറിഞ്ഞോ? എത്ര സംഭവങ്ങളുണ്ട് ഇനിയും നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ്, ഒരു ത്യാഗമാണ്. കഴിഞ്ഞ ബലിപെരുന്നാൾ അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഉലൂഹിയത്ത് അറുത്തപ്പോൾ നമ്മൾ ഓർത്തു കഴിഞ്ഞു, നമ്മൾ സ്മരിച്ചു കഴിഞ്ഞു ആ ചരിത്രം. ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മനസ്സിലാക്കി. പാപ്പയോട് അല്ലാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പന സ്വപ്നത്തിലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അമ്പിയാക്കന്മാരുടെ സ്വപ്നവും വഹയി തന്നെ. അതുകൊണ്ട് ആ സ്വപ്നത്തിൽ കേട്ട നിർദ്ദേശം മോനോട് പറയുകയാണ്, മോനെ നിന്നെ അറുക്കണമെന്ന് കൽപ്പനയുണ്ട് മോനെ എന്നിങ്ങനെ വിശദീകരിച്ചപ്പോ ആ സംഭവം പരത്തി പറയേണ്ടതില്ല. ഇസ്മായിൽ അലൈഹിസ്സലാം ആ
പിതാവിനോട് പറഞ്ഞതെന്താണ്? ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അതുപോലെ തന്നെ ആ നിലക്ക് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി കത്തിയും കയറുമായി മിനായുടെ മലമടക്കുകളിലേക്ക് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പോയില്ലേ? ആ പോക്കിൽ ത്യാഗമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. ആ പോക്കിൽ ത്യാഗമുണ്ടോ? ത്യാഗമുണ്ടെന്നാ മുസ്ലിമീങ്ങൾ പറയുന്നത്. എന്തേ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരടക്കമുള്ള ആളുകളുടെ വിശ്വാസപ്രകാരം എന്താണ് സംഭവിച്ചത്? അതിലൊരു ത്യാഗവുമില്ലല്ലോ. കാരണം എന്താണ്? ഇബ്രാഹിം നബിക്ക് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിനും അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തപ്പോഴല്ലേ അതിലൊരു ത്യാഗമുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ്. ഇനിയിപ്പോ ഞാൻ എൻ്റെ മകന്റെ കയ്യും പിടിച്ചിട്ട് മിനായിൽ പോയിട്ട് അറുക്കാൻ ഒരുങ്ങുമ്പോ അള്ളാഹ് എന്നോട് പറയും, അറുക്കൊന്നും വേണ്ട ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുഇയാ, സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തിയിൽ എന്ത് ത്യാഗമാണുള്ളത് സഹോദരന്മാരെ. അപ്പൊ ആ രണ്ട് നബിമാർക്കും മറഞ്ഞ കാര്യം അറിയില്ലെന്ന് വന്നാലല്ലേ അതിൽ ഒരു ത്യാഗമുള്ളൂ. അറിയും എന്ന് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? അതൊരു നാടകമായി പോവില്ലേ? ഇബ്രാഹിം നബിക്കും അറിയാം, ഇസ്മായിൽ അലൈഹിസ്സലാമിനും അറിയാം, ഹാജറ ബീവിക്കും അറിയാം എന്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ ഒരു ആടിനെ ഇറക്കുന്നതോടുകൂടി എല്ലാം അങ്ങ് ഖലാസായി പോകുമെന്ന് ആ മഹത്തുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സംഭവത്തിൽ എന്ത് ത്യാഗമാണുള്ളത് നമ്മൾ അതൊന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഒരു അപരാധം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടല്ലോ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ സംബന്ധിച്ചും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില ആരോപണങ്ങൾ മുനാഫിക്കീങ്ങൾ ഉന്നയിച്ചില്ലേ? ആ സംഗതിയുടെ നിജസ്ഥിതി അറിയാതെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പല സ്വഹാബിമാരെ പോലും സംശയിച്ചു പോയി. നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ സംബന്ധിച്ച്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ പോലും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയി എന്നുവരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയതുകൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ പറയുകയല്ല, കേട്ടോളൂ. നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കിക്കോ. ഈ സംഭവത്തെ ചൊല്ലി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിൽ ആയിഷക്കെതിരെ ഒരു അപവാദ കഥ പ്രചരിപ്പിച്ചു. അറിഞ്ഞും അറിയാതെയും വിശ്വാസികൾക്കിടയിൽ ഇത് സംസാര വിഷയമായി. ഇതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആയിഷ റളിയല്ലാഹു അൻഹയെ സംശയിച്ചു പോയി. നിങ്ങൾ നോക്കൂ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഇത് നമ്മൾ പറഞ്ഞതല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. സഹാബത്തിൽ ചിലരൊക്കെ സംശയിച്ചു പോയി. ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്കൊന്ന് തോന്നിയത്, അങ്ങനെ ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയത് മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ തെളിവല്ലേ? ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ കൂടാരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കൂടാരവുമായി കൊണ്ട് ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോ സഹാബിമാരെ യാത്രയായത്? ഉമ്മാക്കും മനസ്സിലായില്ലല്ലോ ഇവര് പോയിട്ടുണ്ടെന്ന്. എത്രയെത്ര കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾ നോക്കൂ, ഇനി നാളെ വന്നിട്ട് ആരും പറയേണ്ടത് കണ്ടോ അള്ളാന്റെ റസൂല് സംശയിച്ചു പോയി എന്നിങ്ങനെ പറഞ്ഞു എന്ന് ഒരാളും പറയേണ്ടതില്ല. ഞാൻ എന്റെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതാ നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം എന്ത്? മഹാന്മാരായ
ആളുകൾ ആ നിലക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ, ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. സഹോദരന്മാരെ, നാം ചിന്തിച്ചു നോക്കൂ, ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും എത്രയെത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുകയില്ലേ. ഇവർക്ക് പോലും ജീവിതകാലത്ത് പോലും അദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് മഹത്തുക്കളെ സംബന്ധിച്ച് എന്ത് പറയുന്നത്, അവർ അതിന്റെ എത്രയോ കാലശേഷം ജീവിച്ചിട്ടുള്ള നബിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പോലും പറയുന്നു, അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നു. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. ധാരാളമായി നമ്മൾ കേൾക്കാറുള്ള ഒരു പദ്യമാണത്. അനിസ്ലാമികമായ ഒരു കവിതാശകലമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലതാ കേസുമായി കൊണ്ടാളുകൾ വരികയല്ലേ. കേസുമായി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വാദിയുണ്ട്, പ്രതിയുണ്ട്, സത്യം പറയുന്നവരുണ്ട്, കള്ളം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നത്, ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ. എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ തർക്കിക്കുമ്പോ എനിക്ക് സത്യമാണെന്ന് ഏതാണ് തോന്നിയതെങ്കിൽ ഞാൻ അതിനനുസരിച്ചാണ് വിധിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളുടെ മനസ്സ് വായിക്കാൻ, അവരുടെ ഹൃദയം വായിക്കാൻ, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവരീ. മുഹീദ്ദീൻ ശൈഖ് അവകാശപ്പെട്ടു എന്ന് പറയപ്പെടുന്നല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ. കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ നിങ്ങളുടെ കൽബകം ഞാൻ കാണും, അതിപ്പോഴും കാണുന്നു. ബഗ്ദാദിൽ മറപെട്ട് കിടക്കുന്ന ശൈഖ് ജീലാനിയതാ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഹൃദയം കാണുന്നു, രഹസ്യങ്ങൾ അറിയുന്നു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കാട്ടി പറഞ്ഞോവരീ. എല്ലാം അവകാശപ്പെട്ട് കഴിഞ്ഞില്ലേ. അതേ അവസരത്തിലതാ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന, ജീവിതകാലത്ത് അവിടുത്തെ മുമ്പിൽ വന്നു നിൽക്കുന്ന കക്ഷികളുടെ കൽബറിയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് വിധിക്കാനേ എനിക്ക് കഴിയൂ. ഞാൻ ചിലത് എനിക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സത്യമാണ് ഞാൻ വിചാരിക്കും, അതിനനുസരിച്ച് ഞാൻ വിധിക്കും കേട്ടോ. അതിന്റെ ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ ആ അമ്പിയാക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ട്, മഹത്തുക്കളുടെ ഒക്കെ പാത വിട്ടുകൊണ്ട് ഇതാ ഇന്നും പ്രചരിപ്പിക്കുകയാണ് മടവൂർ ശൈഖ് അടക്കമുള്ള ആളുകൾ. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടതല്ലേ ആ ക്ലിപ്പെന്ന് ാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല കേട്ടോ. ഒരു വ്യക്തി സൗദി അറേബ്യയിൽ ജയിലിൽ കിടന്നപ്പോ ഞാൻ എന്തൊരു കഷ്ടപ്പെടണം, മടവൂര് ശൈഖില്ലേ എന്ന് പറഞ്ഞ് മടവൂര് ശൈഖിനെ അങ്ങ് വിളിച്ചു ഓർത്തപ്പോഴേക്ക് അതാ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്ന് അതാ മടവൂര് സൗദിയിലേക്ക് ഓടിയെത്തുന്നു, ജയിലിലേക്ക് കയറുന്നു, ഇയാളെ മോചിപ്പിക്കുന്നു, ജയിലധികൃതരോട് അറബിയിൽ നന്നായി സംസാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കണം, പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട, അതാ വിചാരിച്ചപ്പോഴേക്ക് എത്തിപ്പോയി. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ സഹാബിമാര് അതാ ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊലമരത്തിന്റെ താഴെയാണ്. അതുപോലെ തന്നെ പല സഹാബിമാരും അപകടത്തിൽപ്പെട്ട നേരമാണ്. ആ ഘട്ടത്തിൽ അതാ പുന്നാര നേതാവ് ഞങ്ങൾക്ക് പറ്റിയ അപകടം അറിഞ്ഞിട്ടില്ലല്ലോ, നേതാവിനെ ഒന്ന് വിവരം അറിയിക്കണ്ടേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയുണ്ടാക്കിയ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൊലക്കളത്തിലേക്ക് അടുത്തപ്പോ ആ സന്ദർഭത്തിൽ അതാ അവരുടെ മനസ്സില്ലെന്ന് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ, റസൂലുള്ളാഹിക്ക് ഈ വിവരമൊന്ന് കൈമാറാൻ എന്താ വഴി? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശിഷ്യന്മാര് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് അപകടത്തിന്റെ ഘട്ടത്തിൽ പോലും മുത്ത് റസൂലിന്റെ സഹാബിമാര് അവിടുന്ന് കേൾക്കാത്ത സ്ഥലത്ത് നിന്ന് ദൂരെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ടില്ല. അവര് പക്ഷേ ആരെയാ വിളിച്ചത്? അവർക്കറിയാ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, കാണുന്ന ഒരു റബ്ബുണ്ട്.
റബ്ബുണ്ട്. കാഴ്ചക്കോ കേൾവിക്കോ പരിധിയും പരിമിതികളുമില്ലാത്ത ഒരു റബ്ബുണ്ട് ഞങ്ങൾക്ക്. ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക. അല്ലാ, നിന്റെ നബിയോട് ഞങ്ങളകപ്പെട്ട ഈ വിഷയത്തെ പറ്റി നീ വിവരം അറിയിച്ചു കൊടുക്കണേ അല്ലാ. മറിച്ച് അവർ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞുവോ? ഏതാണ് അമ്പിയാക്കളുടെ പാത? ഏതാണ് സഹാബത്തിന്റെ പാത? ഏതാണ് സജ്ജനങ്ങളുടെ പാത? ഏതാണ് ശുഹദായിന്റെ പാത? ഏതാണ് സിദ്ദീഖീങ്ങളുടെ പാത? മനസ്സിലായില്ലേ? അവരൊക്കെയും അതാണ് പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ്ട് വിളിച്ചപ്പോഴേക്ക്, അതായത് സൗദി അറേബ്യയിൽ നിന്ന് ഓർത്തപ്പോഴേക്ക് കേരളത്തിൽ നിന്നതാ മടവൂര് ശൈഖ്, അതും ജയിലിലേക്ക് അങ്ങ് പാഞ്ഞെത്തി ആളെ മോചിപ്പിക്കുന്ന കെട്ടുകഥയും കള്ളക്കഥയും ഇവിടെ ഞാൻ ഇട്ടതല്ലേ, ആ ക്ലിപ്പ് ഞാൻ കാണിച്ചതല്ലേ. കാമ എന്ന പേരോട് മുസ്ലിയാരും ഉണ്ടാഞ്ഞതെന്തേ? നിങ്ങൾക്കത് സ്ഥാപിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വേഗം തടി സലാമത്താക്കിയതാണ് ഞങ്ങൾക്കറിയാം. പറയണം, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പറയണം. ഇവിടെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. ഇനിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അതെന്താ? നാം കൃത്യമായിട്ട് പറഞ്ഞു, മഹാത്മാക്കളെ വിളിക്കുന്ന പരിപാടി നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. മടവൂർ ശൈഖെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിക്കുന്നു, പലരെയും നിങ്ങൾ വിളിച്ചു തേടുന്നു. അപ്പൊ നമ്മളത് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താണ് നിങ്ങളൊക്കെ കേട്ടിരിക്കും, ഞാൻ ആവർത്തിക്കുന്നില്ല. മടവൂർ ശൈഖെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മടവൂർ ശൈഖ് രോഗം ശിഫയാക്കുന്ന ആളാണെന്നല്ല, അള്ളാഹിനോട് ദ്വാർക്കണേനാണ്. ദ്വാർക്കാൻ പറയണ ഞങ്ങള്. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചു, നിങ്ങളുടെ ആദർശം മാറിയോ? എത്തിയപ്പോ മാറിയോ? അവരോട് മരിച്ചുപോയ മടവൂർ ശൈഖിനോട് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാലും അതും ശിർക്ക് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ. അപ്പൊ മുസ്ലിയാർ കളമൊന്ന് മാറിച്ചവെട്ടി. എന്നിട്ട് മൂപ്പർ എന്ത് പറഞ്ഞു? കണ്ടോ, മൗലവി ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞതെന്താണ്? മഹാന്മാരോട് ദുആ ഇരക്കണേ എന്ന് പറയുന്നതും ശിർക്കാണ് പോൽ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്തൊരു മഹാത്മാവിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഒരു മഹാത്മാവിനോട് വസിയത്ത് പറയുന്നത് പോലും ശിർക്കെന്നാണ് ഇവന്മാരുടെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം പേരോട് നടത്തി. ആ ഘട്ടത്തിൽ അയാളുടെ ആ വാദം തന്നെ ഇട്ടുകൊണ്ട് നമ്മളത് കേൾപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനും മറുപടിയും അങ്ങ് കൊടുത്തു. അത് ഞങ്ങളുടെ പേരിൽ ആരോപണം പറഞ്ഞതാണ്, അങ്ങനെ ഒരു ആരോപണം നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായി അയാളുടെ വാദവും നമ്മൾ അതിന് കൊടുത്ത മറുപടിയും ഒന്ന് കേട്ടോളൂ. നിങ്ങൾ CM-നെ വിളിച്ചുകൊണ്ട് മറവുകളെല്ലാം നീട്ടി ശിഫ തരുവീരേ എന്ന് നിങ്ങൾ വിളിച്ചു തേടുമ്പോ അത് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നതാണ് CM മടവൂരിനോട് നിങ്ങൾ പറയുന്നതെങ്കിലും അതും തെറ്റ് തന്നെയാ, അതും ശിർക്ക് തന്നെയാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. അത് മരണപ്പെട്ടു പോയ ഇയാളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് മലയാളം അറിയാവുന്ന സർവ്വ ശ്രോതാക്കളും കേട്ടതല്ലേ. എന്നിട്ട് എന്റെ വിവരണത്തിലെ ആ സന്ദർഭം ഇങ്ങ് മുറിച്ചെടുത്ത് കേൾപ്പിച്ചിട്ട് പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തെന്നല്ലേ? പേരോട് പറയുകയാണ്, മൗലവി നിങ്ങളിപ്പോ എവിടെ എത്തി? ഏതാ നിങ്ങളുടെ മതം? മഹാത്മാക്കളോട് പ്രാർത്ഥിക്കണേ എന്നാവശ്യപ്പെടുന്നത് പോലും ശിർക്കല്ലേ എന്നല്ലേ മൗലവി നിങ്ങളുടെ വാദം? ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ അട്ടിമറി. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് പോയിട്ട് നമ്മൾ പറയുകയാണ്, എനിക്ക് സുഖമില്ല, നിങ്ങൾ രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ഒരു നബിയോടോ ഒരു സാലിഹിനോടോ ഒരു വലിയനോടോ നമ്മൾ അങ്ങനെ പോയി ജീവിതകാലത്ത് അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് ഞാൻ ശിർക്കെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് പേരോട് ചെയ്തത്. എന്റെ വിവരണം നടന്നത് മരണപ്പെട്ടു പോയ CM മടവൂരിനോടും ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോടും അജ്മീരിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയോടുമൊക്കെ വിളിച്ചു തേടുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന വിവരണത്തിന്റെ ആ ഭാഗങ്ങളൊന്നും കേൾപ്പിക്കാതെ നടുക്ക് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സ്ഥിരം അട്ടിമറിയുടെ ഈ ശ്രമം എന്റെ ശ്രോതാക്കളൊന്ന് കൃത്യമായി പേരോടിലൂടെ തന്നെ കേട്ടോളൂ. അട്ടിമറി നിങ്ങൾക്ക് അപ്പബോധ്യമാകും. മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാലും അത് ശിർക്കാണെന്നല്ലേ മൗലവി പറഞ്ഞത്? മൗലവി അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഇസ്ലാം ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ പേരിലും പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മഹാന്മാരോട് പോയിട്ട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് അത് ശിർക്കെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മഹത്തുക്കളോട്, ഒരു മഹാത്മാവിനോട് പോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്നാവശ്യപ്പെടുന്നത് ശിർക്കാണെന്ന് ഞാനിവിടെ പറഞ്ഞതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഞാൻ ഹുസൈൻ മൗലവിയെ പറ്റി പറഞ്ഞത് ശരിയായി പോയോ, അതോ ഞാൻ പറഞ്ഞത് കളവായില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ പ്രസംഗമാണിത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചതാണ്. മിണ്ടിയിട്ടില്ല ഇവിടുന്ന്. എങ്കിലത് സ്ഥാപിക്കണ്ടേ? എന്റെ പേരിൽ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അത് സ്ഥാപിക്കേണ്ട ബാധ്യത അത് പറഞ്ഞയാൾക്കുണ്ട്. അയാൾ അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. ആ വിഷയം കഴിഞ്ഞോ? അങ്ങനെ കഴിയണ്ട. അടുത്ത പ്രസംഗത്തിൽ പറയണം നിങ്ങൾ എന്താ നിങ്ങളുടെ അഭിപ്രായം. ഞാൻ എവിടെ പറഞ്ഞു എന്ത്? മഹാത്മാക്കളോട് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പോയിട്ട് നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണേന്ന് ആവശ്യപ്പെടുന്നതും ശിർക്ക് തന്നെയാണ് എന്നെവിടെ പറഞ്ഞു? അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഇനി ഒരങ്ങേറ്റത്തെ വിനയം ഇനി എന്താ വേണ്ടത്? ഓരോ രൂപത്തിലും അവർ ഓരോ കാലഘട്ടത്തിൽ ഓരോ പാട്ടുകൾ ഇറക്കുമ്പോ, ഓരോ സീഡികൾ ഇറക്കുമ്പോ പല രൂപത്തിൽ പലരെയും വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് കാണുന്നത്. എന്തുമാത്രം കരഞ്ഞുകൊണ്ടാണ് അതാ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്നു. ആരെയാണ് വിളിച്ചു തേടുന്നത്? തിരുവനന്തപുരത്തുള്ള ഭീമാ ബീവിയെ ഉമ്മച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ വിളിച്ച് കരയുകയാണ്. എന്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ ഉമ്മ എന്നും പറഞ്ഞ് കരയുകയാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം ദീനാണോ? അമ്പിയാക്കളുടെ പാതയാണോ? മഹത്തുക്കളുടെ പാതയാണോ? ആരാണിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകൾ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ മഹാത്മാക്കൾ തന്നെ എന്ന് ഉറപ്പുള്ള ആരോടാവട്ടെ അവരാരാണ് വിളിച്ചു തേടിയത്? നിങ്ങൾ നോക്കൂ, എത്ര വിനയത്തോടെ, എത്ര ഗുരുതരമായ കാര്യങ്ങളാണ് അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പാട്ടുരൂപത്തിൽ പ്രോത്സാഹനം നടത്തിയിട്ട് സീഡികൾ ഇറക്കുന്നു. ആ ഭീമാ ബീവിയെ വിളിച്ചുകൊണ്ട് തേടുന്ന ചില കുട്ടികളുടെ ആ പാട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. വരികൾക്കിടയിൽ നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകരുതെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. പൊന്നും
കണ്ടോ? കേട്ടില്ല നിങ്ങൾ? എത്ര ഗുരുതരമായ വരികളാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. താളമേളങ്ങളോടുകൂടി അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിന്റെ ഗാനമാണ് ഈ ആലപിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? മലീമലാദുൻ വലാ ഹിർസുൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മഹാനവറുകൾ പറഞ്ഞത്. എനിക്കൊരു രക്ഷാകേന്ദ്രവുമില്ല, എനിക്കൊരു അഭയകേന്ദ്രവുമില്ല. മനുഷ്യ, നിന്റെ ഖൽബിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ അള്ളയല്ലേ? നാം ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീനിനോട് പറയും പോലെയല്ലേ പറയുന്നത്? ഖൽബിൻ മുറാദുകൾ തീർക്കണം എന്നാ ഉമ്മച്ചനോട് പറഞ്ഞത്.